إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈമാനോടുകൂടി ജീവിച്ച്, തഖ്വയോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ഒരു ചോദ്യം ചോദിച്ചു. ആരാണ് സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുക? അവർ പറഞ്ഞു, അല്ലാഹു വ റസൂലു ആലം. ഞങ്ങൾക്കറിയില്ല, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമേ അറിയൂ. റസൂൽ പറഞ്ഞു, ഞാനായിരിക്കും ആദ്യം സ്വർഗത്തിലേക്ക് കടക്കുക. എൻ്റെ പിന്നാലെ പിന്നീട് സ്വർഗത്തിലേക്ക് കടക്കുന്നത് മുഹാജിറുകളിലെ പാവങ്ങളായിരിക്കും. മുഹാജിറുകളായിരിക്കും പിന്നീട് സ്വർഗത്തിലേക്ക് ആദ്യമായി കടക്കുക. മുഹാജിറുകളും ഹിജറയുമൊക്കെ ഏറെ പ്രസക്തമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുഹാജിറുകൾ എവിടേക്ക് ഹിജറ പോയി എന്നതിലും അപ്പുറം എവിടേക്കാണ് ഹിജറ പോയത് എന്നതിനേക്കാളും പ്രധാനം എന്തിൽ നിന്ന് ഹിജറ പോയി എന്നതാണ്. എവിടെ നിന്ന് എവിടേക്ക് പോയി എന്നതിലും പ്രധാനം എന്തിൽ നിന്നാണ് അവർ ഹിജറ പോയത്, അത് പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ്, വിട്ടു നിൽക്കുന്നവനാണ് മുഹാജിർ. ഒരു നാട് വിട്ട്, ഒരു പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോകലാണ് ഹിജറ എന്ന് പറഞ്ഞാൽ പലായനം. ഇന്ന് ലോകത്ത് പല പലായനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകലാണ്, പലായനമാണ് ഹിജറ. റസൂൽ പറയുന്നത് മുഹാജിർ എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്ന്, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് മുഹാജിർ. അപ്പൊ മുഹാജിറുകൾ എന്തിൽ നിന്നാണ് ഹിജറ പോയത്? തിന്മകളിൽ നിന്നാണ് അവർ ഹിജറ പോയത്. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി എന്നതുകൊണ്ട് ഒരു നാടിനേക്കാളും മറ്റൊരു നാട്
ഒരു പക്ഷേ തിന്മകളുടെ കാര്യത്തിലൊന്നും അല്ലെങ്കിൽ നന്മകളുടെ കാര്യത്തിലൊന്നും ഒരു പക്ഷേ വ്യത്യസ്തത ഉണ്ടാകണമെന്നില്ല. എല്ലാം മക്കയെപ്പോലെ മദീനയെപ്പോലെ ആവണമെന്നില്ലല്ലോ എല്ലാ നാടും. ഏത് സാഹചര്യത്തിൽ ഏത് നാട്ടിലാണെങ്കിലും ഒരു മുഹാജിറായി ജീവിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. നന്മ നിലനിർത്താൻ, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവര് തയ്യാറായി. അതിനു വേണ്ടിയാണ് എല്ലാം ഉപേക്ഷിച്ചത്. എന്തിനാണ് നാട് വിട്ടത്? നാട് ഉപേക്ഷിച്ചത് എന്തിനാ? നാടും വീടും ഉപേക്ഷിച്ചത് നന്മ, അവര് മനസ്സിലാക്കിയ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുമാണ്. അവര് ഇതൊക്കെ പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ചത്. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, ഉപേക്ഷിക്കാൻ തയ്യാറല്ല നമ്മൾ. സ്ഥാനവും പദവിയും ഒന്നും പണ്ഡിതന്മാർ പോലും, നേതൃത്വ സ്ഥാനത്തുള്ള ആളുകൾ പോലും തിന്മകളെ നിസ്സാരമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വലിയ വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരും നേതൃത്വ സ്ഥാനത്തുള്ളവർ വരെ തിന്മയെ നിസ്സാരമാക്കി അതിനൊക്കെ ഇപ്പോൾ എന്താണ് എന്ന് ചോദിക്കുന്ന ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാം ചെയ്തത് തിന്മയുടെ കവാടങ്ങൾ അടക്കുക. തിന്മയുടെ കവാടങ്ങൾ വരെ, തിന്മ വരാൻ സാധ്യതയുള്ള അതിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചു. ഇന്ന് അതെല്ലാം മലക്കെ തുറന്നിട്ടിരിക്കുക. എല്ലാം തുറന്നിട്ടൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അടച്ച വാതിലുകളൊക്കെ തുറന്നു വെച്ചിരിക്കുക. തിന്മകൾ കടന്നു വരാൻ ഏറെയും സാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കി. ഏറ്റവും വലിയ തിന്മ അന്ന് അവിടെ ഉണ്ടായിരുന്നത് വ്യഭിചാരമാണ്. അതിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് അതാണ് നമ്മളെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നാളെ പുലർച്ചെ 4:18 എന്തോ ഒരു ഭീകരമായ സംഭവം സംഭവിക്കാൻ പോകുന്നു എന്ന്, ജപ്പാനിൽ നടക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞപ്പം നാടൊക്കെ ബേജാറായി. ആ നാട്ടിലേക്കുള്ള സർവീസുകളൊക്കെ, വിമാനയാത്രകളൊക്കെ പലരും വേണ്ടാന്ന് വെച്ചു. ആകെ ബേജാറിൽ നിൽക്കുകയാണ്. നാളെ പുലർച്ചെ 4:18 എന്ത് സംഭവിക്കും എന്നുള്ളത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രവചനങ്ങൾ പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ കാര്യത്തിൽ നമുക്കാർക്കും ഒരു ബേജാറുമില്ല. വ്യഭിചാരം മറ്റ് പേരുകളിൽ അറിയപ്പെടും. അതിനെ നിസ്സാരവൽക്കരിക്കും. ജനങ്ങൾക്കിടയിൽ പ്രകടമായി നടക്കും. ഇന്ന് സത്യത്തിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, വലാ തഖ്റബുസ്സിന, അതിന്റെ കവാടമടച്ചു. വ്യഭിചാരം എന്ന തിന്മയിലേക്ക് എത്താൻ സാധ്യതയുള്ള മുഴുവൻ കവാടങ്ങളും അടച്ചു. അടുത്തു പോകരുത് എന്നാ പറഞ്ഞത്. ആ കവാടങ്ങൾ കൊട്ടിയടക്കുകയാണ്. ലഹരി, കുല്ലു മുസ്കരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നത് എന്തൊക്കെയുണ്ട് അത് മുഴുവനും ഹറാമാണ്. അതുകൊണ്ട് അടുത്തു പോകരുത്. അതുമായിട്ട് കവാടങ്ങളെ കൊട്ടിയടച്ചു. ഒറ്റക്കാകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ അവസ്ഥ എന്താ? എല്ലാവരും ഒറ്റക്കാ. റസൂൽ പറഞ്ഞു ഒറ്റക്കാകരുത്. എന്താ ഒറ്റക്കായുള്ള പ്രശ്നം? തിന്മ വരും, ശൈത്താൻ വരും. അവിടെ തിന്മ സംഭവിക്കും. ഇന്ന് എല്ലാവരും ഒറ്റക്ക. ഒരു മൊബൈൽ വെച്ച് ഇങ്ങനെ ഒരു വീട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വാപ്പാക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളും 4 മൂലക്ക. നാട്ടിലിറങ്ങി നോക്കിയാൽ നിങ്ങൾ ഓരോരുത്തരും തലയും താത്തിയിരിക്കുകയാണ്. ഏറെയും തിന്മകളാണ്. തിന്മകളുമായിട്ടാണ് ഒറ്റക്കാകണത്. കയ്യിലുള്ള ഈ യന്ത്രം തിന്മകളാണ് കൂടുതലും. ഏത് നന്മകൾ പരതിയാലും തിന്മകൾ മുന്നിലേക്ക്, സ്ക്രീനിലേക്ക് വരുന്ന കാലം. അതേറ്റ് ഒറ്റക്കിരിക്കുക, ഒറ്റക്കാകുന്ന കാലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ ആവരുത്. കാരണം എന്താ? ശൈത്താൻ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ യാത്ര പോകുമ്പോൾ ഒരു യാത്രക്കാരന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടിട്ടില്ലേ നിങ്ങൾ? ചിന്തിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥന? ഒരു നാട്ടിൽ നിന്ന് ഒരാൾ പോവുക, യാത്ര പോവുകയാണ്. അപ്പോൾ നാട്ടിലാകുമ്പോൾ എല്ലാവരും ഉണ്ട്. വീട്ടുകാരുണ്ട്, വാപ്പുണ്ട്, ഉമ്മുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരാൾ യാത്ര പോവുകയാണ്. അപ്പൊ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതിമ അമലിക. അസ്തൗദിഉല്ലാഹ, അല്ലാഹനെ ഏൽപ്പിക്കുകയാണ്. എന്ത്? നിന്റെ ദീന്, നിന്നെ ഏൽപ്പിക്കപ്പെട്ട മതപരമായ അമാനത്ത് അല്ലാഹനെ ഏൽപ്പിക്കുകയാണ്. നിന്റെ പ്രവർത്തനങ്ങളുടെ പര്യവസാനവും അല്ലാഹനെ ഏൽപ്പിക്കുകയാണ്. എന്താ കാരണം? ദീന് ഒറ്റക്കാകുമ്പോൾ പോകും,
നാട് വിട്ടാൽ പോകും, സാധ്യതയുണ്ട്. അതുകൊണ്ട് നാട് നിന്റെ ദീനും നിന്റെ മതവും നിന്റെ അമാനത്തുമൊക്കെ അള്ളാഹിനെ ഏൽപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞ തിന്മ കണ്ടാൽ തടുക്കണം. കൈകൊണ്ട് പറ്റോ? ഇല്ല. വായ കൊണ്ട് പറ്റോ? ചെയ്യണം. മനസ്സുകൊണ്ട് വെറുപ്പെങ്കിലും കാണിച്ചിട്ടില്ലെങ്കിൽ, ഒരു തിന്മയാണെന്ന് അറിഞ്ഞിട്ട് മനസ്സുകൊണ്ട് വെറുപ്പ് പോലും കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിനേക്കാളും താഴെ ഈമാൻ ഇല്ല എന്നാ പറഞ്ഞത്. അദ്അഫുൽ ഈമാൻ, അതിന്റെ താഴേക്ക് ഈമാൻ ഉണ്ടെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മക്കെതിരെ നമ്മൾ പ്രവർത്തിക്കണം, പ്രതികരിക്കണം. തിന്മ അതിന്റെ വഴികൾ നമ്മൾ അടച്ചു കളയണം. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? ഒരാൾ പ്രതികരിച്ചാൽ പിന്നെ ഓനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഓനെ പിടിച്ച് പുറത്താക്കുക, ജോലി നിന്ന് പിരിച്ചുവിടാം. തിന്മകൾക്കെതിരിൽ തിന്മകൾ എവിടേക്കാണ് സഹോദരങ്ങളെ? നമ്മളെല്ലാവരും ആശങ്കപ്പെടുന്നത് കലാലയങ്ങളിലേക്ക് പോയ നമ്മളെ മക്കളെ പറ്റിയാ. കലാലയങ്ങളിലേക്ക് പോയ മക്കളെ പറ്റി ആശങ്കയില്ലാത്ത ഏത് വാപ്പി ഉമ്മയുള്ളത്? എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? നല്ല ധാർമ്മികത മക്കൾക്ക് കലാലയത്തിൽ കിട്ടണം, നല്ല വഴി കിട്ടണം, നന്മയുടെ വഴികൾ കിട്ടണം, സ്വഭാവം നന്നാകണം, പെരുമാറ്റം നന്നാകണം, ഇടപഴകുന്നത് നന്നാവണം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്കിൽ ഇതല്ലല്ലോ ഇന്നത്തെ കലാലയങ്ങളിൽ നമുക്ക് കിട്ടാൻ പോണത്. മതനിഷേധവും മതനിരാസവും ദൈവനിഷേധവുമൊക്കെ ക്യാപിറ്റലായി അടിസ്ഥാനപരമായി അംഗീകരിച്ച ഒരു സമൂഹത്തിന്, ഒരു ഭരണകൂടത്തിന് നന്മകൾ നൽകാൻ കഴിയില്ല. വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇനി കലാലയങ്ങളിൽ പ്രാർത്ഥന, മതപ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന നിർത്താൻ പോകാന്നാ പറഞ്ഞത്. പ്രാർത്ഥന എന്നതിന് ആരോടാ? അള്ളാഹിനോടാണ്, ദൈവത്തോടാണ്. ഇനി അതുപോലും ഇല്ല, ഇനി അത് നിർത്താൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. കലാലയങ്ങളിലെ മതപ്രാർത്ഥനകൾ നിർത്താൻ പോകുന്നു. സഹോദരങ്ങളെ, എല്ലാ നിലക്കും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇതൊന്നുമില്ലാതെ കാലം കഴിഞ്ഞു പോയില്ലേ? 31 കൊല്ലം ഒരു അധ്യാപകനായി ജോലി ചെയ്ത് ഈ കൊല്ലം ഞാൻ റിട്ടയർഡ് ആവുകയാണ്. 31 കൊല്ലം ഒരു കലാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്ത് ഈ വർഷം ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കാം. ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്ക്, സ്കൂളിൽ ചേർന്ന ഉടനെ പഠിപ്പിച്ച കുട്ടികൾക്ക് ഇന്ന് 46 വയസ്സാണ്. 46 വയസ്സുള്ള ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ. 1ലും 2ലും അല്ല, 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം 8ാം ക്ലാസ് മുതലാണ് തുടങ്ങുന്നത്. 4000-ഓളം കുട്ടികൾ ഇന്ന് സ്കൂളിലുണ്ട്. 8 മുതൽ 12 വരെയുള്ള സ്കൂള്. 1ാം ക്ലാസ് മുതലില്ല. ഞാൻ ആദ്യം പഠിപ്പിച്ച കുട്ടികൾക്ക് ഈ 46 വയസ്സാണ്. ഇപ്പം ഞാൻ 13 വയസ്സുള്ള കുട്ടികളെ, 14 വയസ്സുള്ള കുട്ടികളെ ഇപ്പം പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും തലമുറ, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പറഞ്ഞ ഡാൻസ് ഒന്നുമില്ലാതെ അവർ നന്നായി പഠിച്ചിട്ടുണ്ട്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉയർന്ന ഉദ്യോഗ തലങ്ങളിൽ പലരും എത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, മാനസിക ടെൻഷൻ, സമ്മർദ്ദങ്ങൾ കുറക്കാൻ അന്നും ഇന്നും കായികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സ്പോർട്സും ഗെയിംസും ഉണ്ട്, അസംബ്ലികളുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം കുറക്കാനും അവർ ഉഷാറാകാനുമാണ്. അതൊക്കെ അന്നും ഇന്നുണ്ട്. ഈ ഡാൻസ് കളിക്കാതിരുന്നിട്ടും അവരൊക്കെ അന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പൊ ഇത് കൊണ്ടുവന്നതിന്റെ പിന്നിൽ ആസൂത്രിതമായ അജണ്ടകളുണ്ട്. ഈ ഡാൻസിന്റെ പിന്നിൽ ആസൂത്രിതമായ അജണ്ടകളുണ്ട്. ഈ അജണ്ടകളോട് പ്രതികരിക്കണ നമ്മൾ വെറും സ്കൂളിൽ PTA മീറ്റിംഗ് വിളിച്ചാൽ പെണ്ണുങ്ങളെ പറഞ്ഞയച്ച് ആണുങ്ങൾ പെരി കുത്തിരിക്കരുത്. സ്കൂളിൽ PTA മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ സ്ത്രീകളെ പറഞ്ഞയച്ച് നമ്മൾ വീട്ടിലിരിക്കാം. അവിടെ മാർക്ക് നോക്കി മാർക്ക് ലിസ്റ്റിൽ ഒപ്പിട്ട് പോരുന്ന പണി മാത്രമല്ല നമുക്ക്. ആ PTA മീറ്റിങ്ങിൽ അഭിപ്രായങ്ങൾ പറയണം. നമ്മളെ മക്കളെ നമ്മൾ എന്തിനു പറഞ്ഞയച്ചു എന്ന് ആ മീറ്റിങ്ങിൽ നമ്മൾ പറയണം. അതുകൊണ്ട് കലാലയങ്ങളിൽ അടിയും വയക്കുകളും നമ്മളിങ്ങനെ കാണുകയാണ്. ദിനേന കൂട്ടം കൂടി കുട്ടികൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് തമ്മിലടി, 9ഉം 10ഉം തമ്മിലടി. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സ്കൂളിൽ മീറ്റിംഗ് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം 9ാം ക്ലാസ്സിലെ കുട്ടികൾ അടി കൂടിയിട്ട് രക്ഷിതാക്കളെ വിളിച്ചിട്ട് മീറ്റിംഗ് നടക്കുക ഹാളിൽ രാവിലെ ഫസ്റ്റ് പീരീഡ്. നമ്മൾ ആലോചിക്കണം, ഇതടക്കമുള്ള കാര്യങ്ങൾ. ലഹരി ഉപയോഗിച്ചൊരു കുട്ടിയെ അടിച്ചു കൊന്നു തലശ്ശേരിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. ഇതിൽ തുടർക്കഥയായി വളർന്നു വരിക. അങ്ങനെ ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ DJ പാർട്ടിയും ലഹരിയും ഒക്കെ ഇതൊക്കെ കുട്ടികൾക്കുണ്ടായിട്ട് ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇതുകൂടി ആയാൽ പിന്നെ ഈ സമൂഹത്തിന്റെ, നമ്മളെ മക്കളെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നമ്മുടെ മനസ്സ്, ഏതൊരു മനുഷ്യന്റെയും മനസ്സ് സാഹചര്യങ്ങൾക്കനുസരിച്ച് തിന്മയിലേക്ക് പോകും. ഡാൻസും സംഗീതവും മ്യൂസിക്കും ഒന്നും ഒരു മനുഷ്യനൊരു നന്മയും നൽകുന്നില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാഹ്. വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്നവർ. അതിന്റെ വിശദീകരണത്തിൽ കാണാം,
സംഗീതവും അതുമായി ബന്ധപ്പെട്ട മ്യൂസിക് ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടു, ഈ ഡാൻസ് ഒക്കെ പെട്ടു. എന്നിട്ട് അള്ളാഹ് അവസാനം പറയുന്ന അവർക്ക് നിന്ദ്യകരമായ അപമാനകരമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. ഒരു മനുഷ്യന്റെ മനസ്സ് അവിടേക്ക് പോകും. യൂസുഫ് നബി പറഞ്ഞില്ലേ, വമാ ഉബരിഉ നഫ്സി, എന്റെ മനസ്സിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, മനസ്സ് തിന്മയിലേക്ക് കൂടുതൽ ചായ്വ് കാണിക്കുന്നതാണ്. മനസ്സെന്ന് പറഞ്ഞാൽ തിന്മയിലേക്കാ പോവുക. ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ റബ്ബ് പ്രത്യേകം കരുണ ചെയ്തവർ ഒഴികെ, എന്റെ റബ്ബിന്റെ മഹത്തായ റഹ്മത്ത് കിട്ടിയവരെ ഒഴികെ ബാക്കിയുള്ള മനസ്സൊക്കെ തിന്മയിലേക്കാ, നന്മയിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ തിന്മയിലേക്ക് പോകുമെന്നാണ്. അതുകൊണ്ട് വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ മുന്നിൽ നിന്ന് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ ഓർക്കുകയും ഭയപ്പെടുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, ഇത്തരം ചീത്ത ചിന്തകളിൽ നിന്ന്, ഹവകളിൽ നിന്ന് മനസ്സിനെ തടയുകയും ചെയ്തോ അവർക്കാണ് ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന സ്വർഗം അവർക്കാണ്. നന്മയേക്കാൾ കൂടുതൽ തിന്മക്കാണ് അവസരങ്ങൾ. രഹസ്യമായ തിന്മകൾ വർദ്ധിച്ചു വരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, തൗബ റളിയല്ലാഹു തആല അൻഹു പറയാണ്, റസൂൽ പറഞ്ഞു, ലാ അഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യുഅ്തുന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലിൻ തിഹാമ തബീദൻ, വെളുത്ത തിഹാമ പർവ്വതം പോലെയുള്ള ഒരുപാട് നന്മകൾ ചെയ്ത് ഒരു സമൂഹം നാളെ ഖിയാമത്ത് നാളിൽ വരും. ഫയജഅലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ, അല്ലാഹു ആ കർമ്മങ്ങളെയെല്ലാം തന്നെ ധൂളികളാക്കി, ചിതറപ്പെട്ട ധൂളികളാക്കി മാറ്റും. വെളുത്ത തിഹാമാ പർവ്വതത്തെ പോലെയുള്ള നല്ല നല്ല ഹസനാത്തേറ്റ് വരും. പക്ഷെ അതൊന്നും ഉണ്ടാവൂല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ഞങ്ങൾക്ക് അവരാരാന്ന് പറഞ്ഞു തരണം. ഖാല അമാ ഇന്നഹും ഇഖ്വാനുക്കും വമാ ജിൽദത്തിക്കും, നിങ്ങളെ സഹോദരങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. വതഅഖുദൂന മിനൽ ലൈലി കമാ തഅഖുദൂന, നിങ്ങളെ രാത്രി പോലെ തന്നെയായിരിക്കും അവരെ രാത്രിയും. വലാകിന്നഹും, പക്ഷേ അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹ്ഖൂഹാ, അവർ ഒറ്റക്കായാൽ രാത്രിയായാൽ ഒറ്റക്കിരുന്നാൽ വേറെ ആരും ഇല്ലാത്ത സമയത്ത് അള്ളാഹ് ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും ഓല് ചെയ്യും. പിന്നെ കുറെ നന്മ ഉണ്ടായിട്ട് കാര്യമില്ല എന്ന്. അങ്ങനത്തെ തിന്മ ചെയ്യുന്നവർ, ഒറ്റക്കാകുമ്പോൾ തിന്മ ചെയ്യുന്നവർ കുറെ ഹസനാത്തുകൾ ചെയ്തത് കൊണ്ട് കാര്യമില്ല, എല്ലാം ചിതറപ്പെട്ട ധൂളികളെ പോലെയായി മാറും, ഒന്നും ഉണ്ടാവില്ല അള്ളാഹുവിന്റെ അടുക്കൽ. അതുകൊണ്ട് സഹോദരികളെ നമ്മൾ സൂക്ഷിക്കണം. ഓരോരുത്തർക്കും ഓരോ ദൗർബല്യങ്ങളുണ്ട്, ന്യൂനതകളുണ്ട്. ആ ന്യൂനതകളിലാണ് ശൈത്താൻ പിടിക്കുക. റബ്ബി ബിമാ ഉവൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉവയ്യന്നഹും അജ്മഈൻ, ഇബ്ലീസ് പറഞ്ഞതാ, ഞാൻ അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കും. ഒരു തിന്മയാണെന്ന് അറിയാം, പക്ഷെ അത് ചെയ്യുന്നതിൽ അവന് ഒരു ഹരാണ്, ഒരു സുഖാണ്. അത് ചെയ്യുന്നതിൽ അവനൊരു ഹരം കിട്ടാണ് എങ്കിൽ ശൈത്താൻ അത് കൂടുതൽ ഹരാക്കി കൊടുക്കും, കൂടുതൽ സുന്ദരമാക്കി കൊടുക്കും, കൂടുതൽ സുഖങ്ങൾ അവന് ശരീരത്തിനും മനസ്സിനും ശൈത്താൻ കൊടുക്കും. അങ്ങനെ അവനത് ഒഴിവാകാൻ പറ്റാത്ത വിധം ആ തിന്മയുടെ വക്താവായിട്ട് അവൻ മാറും. എവിടെയാണ് ശൈത്താൻ ഇരിക്കുക? ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. സ്വർഗത്തിന്റെ വഴിയിലിരിക്കും, സിറാത്തുൽ മുസ്തഖീമിലിരിക്കും, ഇടതും വലതും മുന്നിലും പിന്നിലുമായി ഞാൻ അവരുടെ അടുക്കിലേക്ക് ചെല്ലും. തിരിയാനും മറിയാനും പറ്റാത്ത വിധം ശൈത്താൻ പിടികൂടും. അതുകൊണ്ട് വേണ്ടത് ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കരീം, റഹ്മാനായ റബ്ബിനെ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടുകയും പേടിക്കുകയും ചെയ്തോ അവർക്ക് മഗ്ഫിറത്തുണ്ട്, അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. മരണസമയത്ത് മലക്കൾ ചോദിക്കും, ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം ചെയ്ത് ഒരുപാട് തിന്മകൾ ചെയ്ത് അങ്ങനെ നന്മ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്, ഒരു ഹജ്ജിനൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അവസരമൊന്നും കിട്ടിയില്ല. നന്മ ചെയ്യണം, ഇനിയൊന്ന് നന്നായി ജീവിക്കണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു, പക്ഷെ അവസരം കിട്ടിയില്ല. അതിന് മുമ്പ് തന്നെ മരിച്ചു പോവുകയാണ്. ആ സമയത്ത് മലക്കൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഫീമ കുൻതും, എന്തായിരുന്നു നിന്റെ നിലപാട്? ആ സമയത്ത് നമ്മുടെ ദുർബലതയും നമ്മുടെ കഴിവുകേടും അവരോട് പറയുമ്പം മലക്കൾ പറഞ്ഞൊരു വാക്കുണ്ട്, അലം തകുൻ അർളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ, അള്ളാന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, എന്തേ നിനക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നോ? തിന്മ മാത്രം ചെയ്ത് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നന്മയുടെ ഭാഗത്തേക്ക് പോകാൻ നിനക്ക് കഴിയുമായിരുന്നില്ലേ, എന്തുകൊണ്ട് പോയില്ല?
അതുകൊണ്ട് ഏത് സമയത്തും ശൈത്താനിൽ നിന്ന് രക്ഷയോദിക്കുന്ന സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അടുക്കൽ നാളെ നമുക്ക് വിചാരണയുണ്ട്. നമ്മുടെ മനസ്സറിയുന്നവനാണ്, നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫിസ് സുദൂർ. ഹൃദയത്തിൽ മറച്ചുവെക്കുന്നതും കണ്ണിന്റെ കട്ടുനോട്ടവും എല്ലാം അറിയുന്ന റബ്ബ്, കൃത്യമായി നമ്മളെ നിരീക്ഷിക്കുന്ന റബ്ബുണ്ട്. ആ റബ്ബ് ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫ്അലൂൻ. നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്ന, കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളെ കൂടി അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പടച്ചു വിട്ട് ഇവിടെ കുറെ ഭക്ഷണം തന്ന്, കുറെ വസ്ത്രം തന്ന്, കുറെ സൗകര്യങ്ങൾ തന്ന് നമ്മളെ കൊണ്ട് പടച്ചു വിട്ടു എന്ന് കരുതണ്ട. നമ്മളെ പടച്ചപ്പോൾ തന്നെ നമ്മളെ കർമ്മങ്ങൾ എന്താണെന്ന് നോക്കാൻ മലക്കുകളെ കൂടി അള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. മരിക്കുന്നത് വരെ നമ്മളെ കർമ്മങ്ങൾ അവർ എഴുതിക്കൊണ്ടിരിക്കും. നാളെ റബ്ബിന്റെ മുന്നിൽ അത് വരും എന്ന ചിന്ത നമുക്കുണ്ടാകണം. ആ ചിന്തയാണ് എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ അകന്നു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് മുഹറത്തിലെ നോമ്പ്. അഫ്ളലു സിയാമി ബഅദ റമളാൻ സിയാമു ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാനിലെ നോമ്പിന് ശേഷം പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറമിലെ നോമ്പാണ്. റസൂൽ പറയാണ്, കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ അതും നിമിത്തം അള്ളാഹു തആല വിട്ടുതരും, മാപ്പാക്കി തരും, മായ്ച്ചു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞ നോമ്പാണ്. ഇത്രയും പുണ്യമുള്ള നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരമായിരിക്കണം ചെയ്യേണ്ടത്. സുന്നത്ത് പ്രകാരം അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ ഈ പുണ്യം, ഈ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതൊരു ഇസ്ലാമികമായ ഇബാദത്തുകൾക്കും ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾക്ക് മാസം അത് പ്രധാനമാണ്, മാസപ്പിറവി പ്രധാനമാണ്. മാസപ്പിറവി എന്ന് പറയുന്നത്, പിറവി അത് കണ്ണുകൊണ്ട് കാണണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലാർക്കും സംശയമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയല്ലേ എന്ന് ചില ആൾക്കാർ ഉപാധി പറയുന്നു എന്ന് മാത്രം. കണ്ണുകൊണ്ട് കാണണം. കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചത് ദുൽഹജ്ജ് 10-നാണ്. ദുൽഹജ്ജ് 10 ജൂൺ 7 ശനിയാഴ്ചയായിരുന്നു. ജൂൺ മാസം 7-ാം തീയതി ശനിയാഴ്ചയായിരുന്നു ദുൽഹജ്ജ് 10. അപ്പോൾ അത് പ്രകാരം ദുൽഹജ്ജ് 29 വരുന്നത് ജൂൺ 26-നാണ്. ജൂൺ 26-നാണ് ദുൽഹജ്ജ് 29 വരിക. എല്ലാവർക്കും പെരുന്നാൾ കേരളത്തിൽ എല്ലാവർക്കും ഒരേപോലെയായിരുന്നു. ബലി പെരുന്നാൾ എല്ലാം ഒരേ ദിവസമായിരുന്നു. അപ്പം അത് പ്രകാരം ജൂൺ മാസം 7-നാണ് നമ്മൾ ആഘോഷിച്ചത് പെരുന്നാൾ. അത് പ്രകാരം ദുൽഹിജ്ജ് 29 ജൂൺ 26 വ്യാഴാഴ്ച വരിക. വ്യാഴാഴ്ച മാസം നോക്കാൻ പറഞ്ഞു. മാസം നോക്കി കണ്ടില്ല. അപ്പം ദുൽഹിജ്ജ 30 പൂർത്തിയാക്കി ജൂൺ 28 ശനിയാഴ്ച മുഹറം 1-ആയി. ജൂൺ 28 മുഹറം 1-ലേക്ക് പ്രവേശിച്ചു. അത് പ്രകാരം വരുമ്പം 9-ഉം 10-ഉം ഞായറാഴ്ചയും തിങ്കളാഴ്ചയാണ് വരിക. സംശയമൊന്നുമില്ല. വലിയ വസ്വാസി വിഷയത്തിലുണ്ട്. അപ്പൊ ചില ആൾക്കാർ കലണ്ടർ മാത്രം നോക്കുക എന്നുള്ളത് പ്രമാണ വിരുദ്ധമാണ്. കലണ്ടർ മാത്രം നോക്കുക എന്നത് പ്രമാണ വിരുദ്ധമാണ്. അപ്പൊ ഇനി കലണ്ടർ നോക്കുന്ന ആൾക്കാർ തന്നെ 4-ഉം 5-ഉം ജൂലൈ 4-ഉം 5-ഉം പിന്നെ മുഹറം 9-ഉം 10-ആണെന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതെന്താ? അവർക്ക് ദുൽഹിജ്ജ 28 കിട്ടുള്ളൂ. എല്ലാവരും പെരുന്നാൾ ആഘോഷിച്ച ഒരേ ദിവസമാണ് വലിയ പെരുന്നാൾ ആഘോഷിച്ചത്. അപ്പോൾ 4-ഉം 5-ഉം ആണെന്ന് പറയുമ്പം ദുൽഹജ്ജ് അവർക്ക് 28 ദിവസമേ കിട്ടുള്ളൂ. കലണ്ടർ പ്രകാരം നോക്കുന്നവർക്ക് 28 ഒരു അറബി മാസം ഉണ്ടാവുമോ? ഉണ്ടാവാൻ പാടില്ല. 29 വേണ്ടേ? പെരുന്നാൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷ കണക്ക് പ്രകാരമാണ് പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, ഇതൊരു തവസ്സുആയ വിഷയമാണ്. റസൂലുള്ളാഹി വളരെ ഗൗരവത്തോടു കൂടി
മുഹറം മാസത്തിനെ നോക്കണമെന്ന് മുഹറം മാസത്തെ നോക്കലിന് പ്രത്യേകിച്ച് നിർദ്ദേശിച്ച ഹദീസുകൾ കാണാൻ സാധിക്കും റസൂലുള്ളാഹിന്റെ മുഹറം മാസമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി അതിൽ ഉറച്ചു നിന്ന് റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നോമ്പ് അനുഷ്ഠിക്കുക. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയും, ഇതിൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് വിട്ടപ്പം ഇപ്പൊ ചില ആൾക്കാർക്ക് പെരുന്നാള് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇടവേള എടുക്കേണ്ടി വരികയാണ്. ഈ കലണ്ടറും കണക്കൊക്കെ നോക്കിയിട്ട് അവസാനം എടുക്കാൻ വരുന്നത് ഒരു ദിവസം ഇടവേള എടുത്തിട്ട് പിന്നെ പെരുന്നാൾ ജനങ്ങളോടൊപ്പം നോമ്പോ അതിന് പ്രശ്നമില്ല, അതും ജനങ്ങളോടൊപ്പം ആവണ്ടേ. അപ്പൊ സുന്നത്ത് എവിടെയാണ്? പ്രമാണം വിട്ടാൽ ഇത് വഹിയാണ്, അള്ളാന്റെ വഹിയാണ്. ആ വഹിയിന് ഒരു ന്യൂനത ഉണ്ടാവില്ല. വഹയി വിട്ടിട്ട് നമ്മൾ അഭിപ്രായം നോക്കിയാൽ അങ്ങനെ ആയിക്കൂടെ എങ്ങനെ ആയിക്കൂടെ നോക്കിയാൽ തെറ്റിപ്പോകും, അത് അപൂർണമാകും, അതിൽ യാതൊരു തർക്കമില്ല. അതൊരു സഹോദരങ്ങളെ, വരുന്ന ഞായറും തിങ്കളുമാണ് മുഹറം 9, 10 അത് അനുഷ്ഠിക്കുക. മുഹറം 10 മാത്രം അനുഷ്ഠിക്കാം. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞത് ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തമാകാൻ ഞാൻ 9 കൂടി അനുഷ്ഠിക്കുന്ന റസൂൽ ജീവിച്ചിരുന്നിട്ടില്ല. പക്ഷെ കൽപ്പന ഉണ്ട്. അപ്പോൾ 9ഉം 10 നോൽക്കുക. ഇനി 9 നോൽക്കാൻ പറ്റാത്ത ആൾക്കാർ 10ഉം 11 നോൽക്കുക. വ്യത്യസ്തമാകാൻ വേണ്ടി 10ഉം 11 നോൽക്കുക. അതും സലഫുകളുടെ മാർഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിർദ്ദേശപ്രകാരം റസൂലിന്റെ സുന്നത്ത് പ്രകാരം അമലുകൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമഅ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബഹുമാനനായ VP മൊയ്തീൻ സാഹിബ്, നമ്മുടെ ഖുർആൻ പഠിതാക്കളിൽ ഒരാളാണ്, വളരെ പ്രയാസപ്പെട്ടു പോലും ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്നിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം മരണപ്പെട്ടത്. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖ് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരിയുടെ ഉമ്മ, ഖുർആൻ പഠിതാവായ ഒരു സഹോദരിയുടെ ഉമ്മ പ്രയാസകരമായ അവസ്ഥയിൽ രോഗിയായ ആശുപത്രിയിലായിരുന്നു എന്ന് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും പ്രയാസകരമായ ഭക്ഷണം കഴിക്കുന്നതിനും ബാക്കിയൊക്കെ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. ആ ഉമ്മയുടെ മകൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഖുർആൻ പഠിതാവായ ഒരു സഹോദരിയാണ്, ദീനിനെ ഏറെ സ്നേഹിക്കുന്നൊരു സഹോദരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്ക് രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജുമഅക്ക് സ്ഥിരമായി വരുന്ന, ഈ ജുമഅക്ക് പള്ളിയിൽ പങ്കെടുക്കുന്ന നമ്മളൊരു സഹോദരൻ ഡിസ്ക് സംബന്ധമായ ഒരു അസുഖത്താൽ വളരെ പ്രയാസപ്പെടുന്നു, ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും, രോഗങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياهم منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعتق رقابنا من النار ورقاب آبائنا وامهاتنا وازواجنا واخواننا المسلمين اجمعين يا رب العالمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.